ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്. ഏക സത്യ ദൈവമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏകരക്ഷാമാർഗമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏകരക്ഷാമാർഗമുണ്ട്. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. പഞ്ചഭൂത നിർമ്മിതാവ് വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മിതാവ് വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാക്കില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത, കിഞ്ചിൽ നേരം കൊണ്ടാക്കില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയണങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അപ്പൻ്റെ പാദപീഠത്തിലായിട്ട് ആമേൻ കടന്നു വരുവാൻ തക്കണം ഇടയാക്കിയല്ലോ കർത്താവേ. രാത്രികാലം മുഴുവനും സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പാ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായിട്ടൊന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി വേർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതവണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവ്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളുമുണ്ട് കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ പാദപീഠത്തിൽ നിന്ന് ചേർത്ത് വയ്ക്കട്ടെ കർത്താവ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ, ഞങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരം തരുവാൻ കഴിവുള്ള ദൈവം അവിടുന്ന് ആകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ, വചനമാ കർത്താവേ. ഞങ്ങളതിൽ ആശ്രയിച്ച് കടന്നു വരികയാണ്. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തരട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം കർത്താവേ, അവരുടെ കുടുംബജീവിതം, അവരുടെ ജോലി, ഞങ്ങൾക്ക് ദാനം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഭവനം എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി അയക്കണേ അപ്പ. അപ്പം ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മനസ്സലിയണമേ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം, നന്നായി പഠിക്കണം, പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി കാണപ്പെടണം. വരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കരുത്, ദുഷ്ടപിശാചവരെ തുടരുത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ അവരെ നടത്തണമേ കർത്താവെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, ജനറൽ നഴ്സിങ്ങിന്, എൻ്റെ കർത്താവെ എൻജിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് സഹായിക്കണമേ, സഹായിക്കണമേ. അപ്പോൾ അവരെ സഹായിച്ചവരെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഈ സമയം OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കളെ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, റിസൾട്ട് ലഭിച്ച മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നദാ മനസ്സലിയണം, കരുണ കാണിക്കണം, അത്ഭുത വഴികളെ തുറക്കണം, എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റണം, പൈതങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ സ്വർഗം തുറന്നു കൊടുക്കുമാറാകണം.
പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ. സമാധാനത്തിലും ദൈവകൃപയിലും ജോലി ചെയ്യാൻ ഇടയാക്കണം. എല്ലാ സൗഖ്യം അവർക്ക് കൊടുക്കണമേ. ഏറിയ നന്മകളെ കൊടുത്ത് നിറയ്ക്കണമേ കർത്താവ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം മുഖാന്തരം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം സ്തോത്രം. വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവെ. ആണ്ട് തീരുന്നതിന് മുൻപ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അവർക്ക് തക്ക തുണ ലഭിക്കണം. അവരുടെ വിവാഹം നടക്കണം. സ്വർഗം കരുണ കാണിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ് ദൈവമായ കർത്താവെ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെയും സമർപ്പിക്കുന്നപ്പാ, നീ അനുഗ്രഹിക്കണേ. അവർക്ക് തലമുറകളെ കൊടുത്ത് മാനിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടിയിരിക്കണേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത തലമുറ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പോൾ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ കരയുന്ന മാതാപിതാക്കൾ, കരയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. നീ കരുണ കാണിക്കണമേ, മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. അത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലാണ്. ഓരോ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം ഹല്ലേലൂയ, നാടും വീടും വിട്ട് വിദുരിതകളിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മാതാവും പിതാവുമായി കർത്താവ് കൂടെ ഇരുന്നവരെ സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി 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 കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, പ്രത്യേകിച്ച് ഈ രാത്രികാല യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ മറവിൽ വരെ മറയ്ക്കണം. സുഖകരമായി യാത്ര ചെയ്യണം. ആകാശം കീറി യാത്ര ചെയ്യുമ്പോൾ ഉള്ളംകരത്തിൽ വഹിക്കണം. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പൊന്നുകരം ചേർത്ത് പിടിക്കണം. സൗഖ്യത്തോടെ സമാധാനത്തോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ജോലികാര്യങ്ങളിൽ ചെയ്യുവാൻ സഹായിക്കുമാറാകണം. നന്മയുടെ ഉറവ് തുറന്നു കൊടുക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവെ. സ്വർഗം അനുഗ്രഹിച്ച് അയക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവെ. കടഭാരമുള്ള ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും പൂർണ്ണമായും ഹാലിൽ കടഭാരം മാറ്റിക്കൊടുക്കണമേ. എൻ്റെ സ്വർഗ സമ്പന്നന, വിശ്വസ്തന, മാറാത്തവന, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, ഭവനം പണിയുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിൻ്റെ പണികളൊക്കെയും പൂർത്തീകരിക്കണം. അതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണം. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും സ്വർഗം എടുത്തു മാറ്റി ഹല്ലേലൂയ ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗത്തിലെ കലവറ തുറന്നു കൊടുത്ത് നല്ല ഭവനം പണിത് പാർക്കുവാൻ തക്കണം. സ്വർഗം ഇടയാക്കണം. ആത്മാർത്ഥതയുള്ളവരെയൊക്കെ നീ അവിടെ ഒരുക്കുമാറാകണം. ഒരു കഷ്ടമോ നഷ്ടമോ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുവാൻ ഇടയാകാതെ സ്വർഗത്തിലെ ദൈവം നല്ല പിതാവായി നല്ല മാതാവായി അവിടെ ഇറങ്ങണമേ. നിൻ്റെ ദൂതനെ അവർക്ക് ചുറ്റും നിർത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ എല്ലാ കാര്യം ചെയ്തിരിപ്പാൻ ഓരോ മക്കളെയും സ്വർഗം ഒരുക്കിക്കാട്ടെ ദൈവമായ കർത്താവെ. ഈ സമയത്ത് ഹാലിൽ വാടക ഭവനങ്ങളിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. സ്വന്തമായി തലചായ്പാൻ ഒരിടം സ്വർഗത്തിലെ അപ്പച്ചന് ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന കർത്താവെ. സഹോദരി സഹോദരന്മാരെ സമർപ്പിക്കുന്നു. യുവതിവാക്കന്മാരെ സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പാ. ദൈവാശ്രയത്തിൽ ജീവിപ്പാൻ എല്ലാ മക്കളെയും സഹായിക്കണേ. യഥാർത്ഥത്തിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കണേ. ഞങ്ങളുടെ യൗവനക്കാരോട് കരുണ കാണിക്കണമേ കർത്താവെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. ഈ സമയം ഞങ്ങളുടെ ഭരണകൂടങ്ങളെയൊക്കെ ഓർക്കുന്ന കർത്താവ് അനുഗ്രഹിച്ച് കാത്തോണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരുണ്ടപ്പാ, നീ അവരെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ്. ഈ സമയം രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്ന ഐസിയുലും CCUലും വെന്റിലേറ്ററും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടോ. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവ്. സ്തോത്രം. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവ്. തലയ്ക്കകത്ത് വേദനയും മുഴയുമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ എൻ്റെ കർത്താവെ. കണ്ണിൻ്റെ അസ്വസ്ഥതയാൽ, ചെവിയുടെ അസ്വസ്ഥതയാൽ, പല്ലിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. മനസ്സറിയണേ കർത്താവ്. എല്ലാ ഇൻഫെക്ഷനിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ. അതികഠിനമായ തുമ്മൽ നിമിത്തം കർത്താവെ ജോലി പോലും ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. എല്ലാ ബുദ്ധിമുട്ട് പറഞ്ഞ് സ്വർഗം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവ്. ഈ സമയം ഹല്ലേലൂയ. മുട്ടിൻ്റെ വേദനയും നടീൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവ്. ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവരുണ്ട് കർത്താവ്.
കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ സർജറിക്കായിക്കോട്ടെ വിധേയപ്പെടുന്ന മക്കളുണ്ട് കർത്താവ്. ഒരു ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം കൊടുക്കാൻ എൻ്റെ അപ്പച്ചന് കഴിയും. ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളുടെ മേലും സ്വർഗം വെച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർക്ക് കഴിയാത്തത് എൻ്റെ അപ്പന് കഴിയും. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമേ, വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്ന അനേക ജീവിതങ്ങൾ, കൈകാൽക്ക് ചലനമില്ലാത്തവർ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ തൊട്ട് സുഖപ്പെടുത്തണമേ. അലർജി ഉള്ളവർ കർത്താവേ, കർത്താവേ, ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, നീ തൊട്ട് സുഖപ്പെടുത്തണമേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവേ. ഹല്ലേലൂയ. സൗഖ്യമാക്കണമേ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടുവിച്ചതാ, സൗഖ്യം തന്നതാ, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ തന്നതാ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. വീണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കർത്താവേ. അങ്ങനെ സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർത്താട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രം.